ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്. എന്നാ മാഡം പറയൂ. സോ ഗൈസ്, നിങ്ങൾ വ്ളോഗിന്റെ തംബ്നെയിൽ കണ്ട പോലെ ഇറ്റ്സ് അവർ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഞങ്ങൾ ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ ആദ്യം ഒരു ഫംഗ്ഷൻ വെക്കണം, പരിപാടി വെക്കണം എന്നൊക്കെ ഒരു പ്ലാനിൽ കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 കാരണങ്ങൾ കൊണ്ട് ഞങ്ങളത് മാറ്റി. ഒന്ന്, ഞങ്ങളുടെ ബഡ്ഡിക്ക് നാട്ടിലെത്താൻ പറ്റിയില്ല. മീത്തു അവിടെ സ്റ്റക്കാണ് ദുബായിൽ. 2, ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എല്ലാവരെയും വിളിച്ച് ഒരു ഫംഗ്ഷൻ അതിനേക്കാളും നമുക്കൊരു ട്രിപ്പായാലോ എന്നുള്ളൊരു ഒരു മൂഡിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങളങ്ങനെ ട്രിപ്പ് മോഡാക്കി. ഓക്കെ, സോ ഞങ്ങളിപ്പം ഞങ്ങളുടെ ട്രിപ്പ് മോഡ് സ്റ്റാർട്ട് ആവാണ്. നിങ്ങളുടെ കൂടെ പുതിയ ഹെയർ മുടി കണ്ടോ? പുതിയ മുടിയല്ല, മുമ്പുള്ള മുടി പുതിയതായിട്ട് ഒന്നുമില്ല. എൻ്റെ 2 കെട്ടാക്കിന്, അതുകൊണ്ടാണ്. ഓക്കെ അപ്പം എന്താ പറയാ, തുടങ്ങി. ഓക്കെ ഞങ്ങള് ഈ വ്ലോഗ് തുടങ്ങിയതിന് ശേഷം 2ാമത്തെ ഓക്കെയാണ്. ഞങ്ങൾ ഒരു ചായയും കുടിച്ചുകൊണ്ട് എന്നെ നശിപ്പിക്കുന്നതേ പാച്ചുവാണ്. ചെന്നൈ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അല്ല പോപ്കോൺ. ഞങ്ങളുടെ യാത്രയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം, അത്രമാത്രമേ ഉദ്ദേശമുള്ളൂ. ഞങ്ങളോടൊപ്പം എന്താ പറയാ, ഒരു വർഷമായിട്ട് സീരിയസ്ലി 1 വർഷം പോയ പോക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കുറെ എന്താ പറയുക, ബഹളങ്ങളും കല്യാണവും മാത്രമേ തലയിൽ ഓർമ്മയുള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ 1 year ആയി. പക്ഷെ പടച്ചോൻ സഹായിച്ചു, അൽഹംദുലില്ലാ എല്ലാം ഓക്കെയാണ്, അടിപൊളിയാണ്, ഹാപ്പിയാണ്. 1 വർഷമായി ചെക്കൻ്റെ കൂടെ പോയി ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ആ സ്നേഹവും സപ്പോർട്ടും ഒക്കെ കിട്ടുന്നുണ്ട്. ഞങ്ങൾ കമന്റ്സ് കാണാറുണ്ട്, മെസ്സേജസ് കാണാറുണ്ട്. എല്ലാവർക്കും ടൈപ്പ് സി ചാർജർ ഐ ഹാവ്. ബാക്കിലുണ്ട്. നീ ഇപ്പം മൈക്ക് എടുത്തില്ലേ, അതിൽ തന്നെ ഉണ്ടോ? ഞങ്ങളൊരു നന്മ ചെയ്തുകൊണ്ട് തുടങ്ങാണ് ഗൈസ്. ഞങ്ങൾ ഒരാൾക്ക് ചാർജർ എടുത്ത് സഹായിച്ചു ഗൈസ്. ഓക്കെ, സോ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ കാണാൻ കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. 1 വർഷം ഇതൊക്കെ സൈസ് എനിക്കാണ് ശരിക്കും ട്രീറ്റ് തരുന്നത്. അതല്ല ഞാൻ ചായ വാങ്ങിച്ചത്, പോപ്കോൺ ചായ. 2 minutes. ഓക്കെ, 2 minutes. 1 വർഷമായിട്ട് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അറിയാമോ? ആണല്ലേ. നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ, ഞങ്ങൾക്കും വേണ്ടിയിട്ടും ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമാകുന്നു. അപ്പൊ ഇത് നമ്മുടെ യൂട്യൂബിന്റെ കൂടെ ആനിവേഴ്സറിയാണ്. പക്ഷെ നമ്മൾ 14th എന്താണ് ലോഞ്ച് ചെയ്തത്. ആ 14th ഞങ്ങൾ എന്തെങ്കിലും 14th 13th അന്ന് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വെച്ചാലോ? ഓക്കെ, അത് ഞങ്ങൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഒന്നും ഇല്ല. ഞങ്ങൾ വലിയ യൂട്യൂബേഴ്സും കോണ്ടന്റ് ക്രിയേറ്റേഴ്സും ഒന്നും അല്ല, നിങ്ങൾക്ക് അറിയാലോ. ഐഡിയസ് വാങ്ങിച്ചിട്ടാ മതി. 3 minute ഇപ്പൊ തന്നെയായി. പറഞ്ഞു. എന്റെ പുതിയ മുടി കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കമന്റ് വിടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബാംഗ്ലൂരേക്കുള്ള ബാംഗ്ലൂരേക്കുള്ള ചെക്ക് ഇൻ കഴിഞ്ഞ് ബോർഡിംഗ് കഴിഞ്ഞ് നമ്മളിതാ ഫ്ലൈറ്റ് കയറാൻ പോവാണ്. സോ ഇവിടുന്ന് ബാംഗ്ലൂർ ടു ലങ്കോയി അവിടെ തന്നെ. പക്ഷെ ബാംഗ്ലൂർ ചെന്നിട്ടാണ് നമുക്ക് ടാസ്ക്. ഓൾമോസ്റ്റ് 6 hours അല്ല 5 hours വെയിറ്റിംഗ് ആണ്. ഈ ബാംഗ്ലൂരിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എയർപോർട്ടിൻ്റെ അടുത്ത് പുറത്ത് ഇറങ്ങിയിട്ട് കാണാനൊന്നുമില്ല. ഉണ്ടെങ്കിൽ ആ 5 hours യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് അങ്ങ് സിറ്റിയിലേക്ക് പോകണം. അത് അവിടെ നിന്ന് ഭയങ്കര ലോങ് ആണ്. അത് ഓക്കെ ഗൈസ്, ബാക്കി പിന്നെ ഇവിടെ ഇല്ലാതെ പറഞ്ഞുതരാം. കൊണ്ടാട്ടിയുടെ പാസ്പോർട്ട് ബോർഡിംഗ് പാസ് ഒക്കെ വെക്കുന്ന ബാഗ് കണ്ട ഗൈസ്.
ഫുള്ള് വൈറ്റ് തിളങ്ങണന്ന്. അങ്ങനെ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. ബൈ ബൈ. ബാംഗ്ലൂർ വൻ തണുപ്പാണ്. അറിയാതെ ആണെങ്കിലും ഇതിട്ടിട്ട് ഇപ്പൊ രക്ഷപ്പെട്ട്, അറിയാതെ ഇതിട്ടതാണെങ്കിൽ രക്ഷപ്പെട്ടു പൂക്കി. സോ ഗൈസ്, ബാംഗ്ലൂർ എന്ത് ചെയ്യണം എന്നറിയാണ്ടത് തേരാപ്പാര നടക്കാണ്. രാവിലെ വരെ സമയമുണ്ട്. എത്ര മണിക്കാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ്? 4 മണിക്ക്. 4 മണിക്കാണ് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇവിടുന്ന്. ഇപ്പോൾ ടൈം 11:30. സോ ഇവിടെ പുറത്തിറങ്ങിയിട്ട് ഒരു കാര്യമില്ല എന്നറിയാം. ലൈക്ക് എയർപോർട്ട് നിയർ ബൈ പുറത്ത് കാര്യമില്ല. പിന്നെ ടൗണിലേക്ക് പോയിട്ട് ഇപ്പം നട്ടപ്പായരൊക്കെ ചെയ്യാനും ഇല്ല. പിന്നെ ഒരു പരിധി വരെ ബാംഗ്ലൂർ എയർപോർട്ട് ഈസ് എ റിലീഫ്. കാരണം നല്ല വൈബി പ്ലേസാണ്. I love Bangalore. Yeah, I really love Bangalore. Moving. So lovely to see Bangalore airport like this. So cold. Hey, I saw a Bangalore Pookie. Black and white it. The black and white. ഗൈസ്, അങ്ങനെ തണുപ്പ് സഹിക്കാൻ വയ്യാണ്ട് ലാസ്റ്റ് ഡേ കീഴടങ്ങി എൻ്റെ ഒരു ഷർട്ട് അടിച്ചു മാറ്റിയിട്ട് ഇടാൻ പോവാണ്. നീ എങ്ങനെ AC ഇട്ട് കിടക്കും? നടക്കാൻ പോകുന്നറിയോ? മെല്ലെ ബാത്റൂമിൽ കൊണ്ടുപോകും പശുവിനെ. എന്നിട്ട് ആ മുടി ഞാനിങ്ങനെ മാറ്റി ഷർട്ട് എങ്ങനെ കൊടുക്കും. അതേ നടക്കും. ഞാനിത് ഇടുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ എന്താ വലിയ തണുപ്പുള്ള സ്ഥലത്തേക്കാണോ പോകണം, എന്തിനാ ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നത്. ഇപ്പൊ ഇത് എന്നോട് റിക്വസ്റ്റ് ചെയ്യാണ് ഗൈസ് ഇത് വേണമെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ആക്ച്വലി എയർപോർട്ടിൽ ഇരുന്നപ്പോഴത്തേക്കും വൺ ഗേൾ വാസ് വെയറിങ് എ വെരി ഫർമി ജാക്കറ്റ് ഒക്കെ. അപ്പം ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങോട്ടേക്കാണ് ഇപ്പം കാശ്മീരോ അവിടെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഓക്കെ, ബാംഗ്ലൂരിലേക്ക് എന്തൊരു ജാക്കറ്റ് ഇട്ട് പോണേ എന്ന്. അപ്പം ഇപ്പോഴല്ലേ മനസ്സിലായി എന്തിനിട്ടേന്ന്. ഞാൻ ദൂരത്തോട് കൊണ്ടു കഴിഞ്ഞാൽ സംസാരിക്കൊന്നും കേൾക്കും. അങ്ങനെ ചൂടിൽ നിന്ന് പരിഹാരം തേടി എൻ്റെ പൊണ്ടാട്ടി ചൂട് കായുന്ന ഒരു സീൻ കാണിച്ചു തരാം ഗൈസ്. So finally guys, what's the time? 3:10. കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് ഞങ്ങൾ ബാംഗ്ലൂർ ടു ലാംഗ്ലൂർ കയറാൻ പോവാണ്. ബോർഡിങ്ങിന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി എവിടെ വെച്ച് അങ്ങ് ദൂരെ മലേഷ്യ. ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെയാണെന്നറിയാമോ ഗൈസ്? എവിടെയാ? അങ്ങനെ ഞങ്ങൾ മലേഷ്യയിലെത്തി ഗൈസ്. മലേഷ്യ ലങ്കാവി. ഇപ്പോൾ ലാൻഡ് ചെയ്തേ ഉള്ളൂ. നല്ല ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ ഇറങ്ങിയിട്ട് കാണാം. ഓക്കെ, സോ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നൊരു സിം എടുത്ത് 18 റിങ്കറ്റായി. അപ്പോൾ അതിന് അൺലിമിറ്റഡ് നെറ്റാണ്, പക്ഷേ 20 GB വരെ നല്ല സ്പീഡ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്ലോ ആവുമെന്നാണ് പറയണേ. വിൽ സീ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാം. താങ്ക് യു. സോ ഫൈനലി അങ്ങനെ ഇതാ പിക്കപ്പൊക്കെ വന്നു. ഞങ്ങളിതാ വണ്ടി കയറാൻ പോവാണ്. Let's go. Hi.
താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് അവർ റൂം. ഞങ്ങൾ വന്ന് ഇത് ഷടേന്നും പറഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ബാത്റൂം. ഇത് പൊണ്ടാട്ടി നല്ല സ്റ്റൈലായിട്ടുണ്ട്. മാഷാല്ലാ. ഷേ റൂമൊക്കെ നൈസ്. ഇതേ നല്ല കിണ്ണം വ്യൂ ആട്ടോ. അമ്പോ പൊളി വ്യൂ. 2 ബാൽക്കണി ഇതും, പിന്നെ ഇത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. പൊണ്ടാട്ടി റെഡി ടു ഗോ? എന്താടി പുറംതിരിഞ്ഞിരിക്കണേ? ഞങ്ങളിങ്ങനെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒരു വാക്കിങ്ങിനെ ഇറങ്ങി ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ. വന്നപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ റോഡിൽ തന്നെ ഒരു സ്ട്രീറ്റിൽ ഫുഡ് സ്ട്രീറ്റ് പോലെ ഒരുപാട് ഫുഡ് ഐറ്റംസ്. അതിൽ നമ്മുടെ നാട്ടിലത്തെ ചക്ക മുതലുണ്ട്. കണ്ടോ? കമാൽഷോ. നമ്മുടെ നാട്ടിലത്തെ ചക്ക വാങ്ങാനുള്ള ആൾക്കാരെ കണ്ടോ? കുറെ ചക്ക ഇങ്ങോട്ട് കയറ്റി അയച്ചാൽ മതിയായിരുന്നു. കുറെ ചക്കയും കൊണ്ട് വന്നാൽ മതിയായിരുന്നില്ലേ? ഓംലെറ്റും ചോറും ഉണ്ട്. അച്ചാറൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലത്തെ നാട്ടിലത്തെ കുലുക്കി സർബത്തിന്റെ മലേഷ്യൻ വേർഷൻ ഉണ്ട് സർ. കപ്പലണ്ടി ഉണ്ട് ഗൈസ്, കുറച്ച് വലിയ കപ്പലുണ്ട്. ബിരിയാണി മണക്കുന്നുണ്ട് ഗൈസ്. ഇതാ മനാഫ് ഫത്തൈ എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു സാധനമുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്സ് ഉണ്ട്. നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആദ്യം എന്തൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ. എന്താ ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടെ. ഡ്രസ്സ് ഇവിടെ ഞാൻ വേറെ എന്തൊക്കെയോ പ്രതീക്ഷ വന്ന് കണ്ട. ഞാൻ ചക്ക, മാങ്ങ, പത്തക്ക, ഡ്രാഗൺ ഫ്രൂട്ട്, പൈനാപ്പിള്. ഞങ്ങൾ മൈക്ക് ഹോട്ടലിൽ മറന്നുപോയി. അതുകൊണ്ട് ഒപ്പിക്കണം. ചിക്കനോ? ചിക്കന്, മീൻ കറി, പപ്പടം, ചോറ്. അത്രയേ ഉള്ളൂ. പപ്പടം, ചോറ്, ചിക്കൻ, ഫിഷ് എല്ലാം ഉണ്ട്. Papadom. It's good. Mamadom. This is chicken, right? Yeah, it's fried chicken. It's spicy chicken. മലേഷ്യയിൽ പാനിപ്പൂരി ഉണ്ടെങ്കിൽ ഞാൻ മുട്ട അടിക്കും. യെസ്. പാനിപൂരി ഉണ്ടെങ്കിൽ പാനിപൂരി അല്ല അടിക്കേണ്ടത്. മുട്ട അടിച്ചത് കാര്യം? കാരണം എവിടുന്ന് തുടങ്ങും ഒരു ഐഡിയ ഇല്ലല്ലോ. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നും മനസ്സിലാവില്ല. സോ കളർ നോക്കിയാണ് ഞങ്ങളിത് ജ്യൂസ് കുടിക്കാൻ പോകണേ. അല്ലേ ബജു? പല കളറിലുണ്ട് ഗൈസ്. എന്താ വൈറ്റ്, ഇപ്പോഴത്തെ ഒരു ചോക്ലേറ്റ്, നെസ്കോഫെ, ഗ്രീൻ, ഹണി, സോഡ. ഓക്കെ, ട്രൈ സംതിങ്. ഇവിടുത്തെ സ്ട്രോബെറി സോഡ സ്ട്രോബെറി എന്നിട്ട് ഒരു സാധനം എടുത്തേ. ഞാൻ ആദ്യം അതൊന്ന് കുടിച്ചു നോക്കട്ടെ. ദിസ് ഈസ് ഓറഞ്ച്, ലെച്ചി, grapes.
റിങ്കറ്റ് ആണ്. അത് ഒരു എക്സ്പ്രഷൻ സുഖമില്ലല്ലോ. അല്ല, ഞാൻ വേറെ എന്തോ പ്രതീക്ഷ. പക്ഷെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന മറ്റേ ഗോളി സോഡയിലെ സ്ട്രോബെറി ഫ്ലേവർ അല്ലേ, അത് തന്നെ. അല്ല, അസല് ടോണിക് പോലെ ഉണ്ട്, ടോണിക്. ഗൈസ്, അങ്ങനെ വന്ന് നാട്ടിലെത്തിയൊരു പ്രതീതിയായി. നമ്മുടെ മറ്റേ ഉറൂസിനൊക്കെ ഉണ്ടാവൂലേ, പള്ളി പെരുന്നാളിനും ഉറൂസിനും. എന്ത് What that is you are speaking? What that is you are speaking? What തേങ്ങ? എന്ത് തേങ്ങയാണ് നീ സംസാരിക്കണത്? ഗൈസ്, തേങ്ങ മുതൽ ചക്ക മുതൽ മാങ്ങ വരെ കിട്ടുന്ന മാർക്കറ്റാണ്. ഗൈസ്, നമുക്ക് ഇവിടെ അയിലുണ്ട്, മത്തിയുണ്ട്, കണവയുണ്ട്, ഞണ്ടുണ്ട്, ഏത് വേണം, കിളിമീൻ വരെ ഉണ്ട്. ഏത് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ കിളി പോയ ഒരുത്തിയുണ്ട് ഇവിടെ. കണവ പറയുന്ന എന്റെ കുണുവാവേ, വാ പോവാ. ഗൈസ്, അങ്ങനെ ഒരു സാധനം വാങ്ങിയിരിക്കുകയാണ്. നമുക്കിത് ട്രൈ ചെയ്തല്ലോ. കുഴപ്പമില്ല. നമ്മുടെ നഗറ്റ്സ് ഉണ്ടല്ലോ, അതൊക്കെ തന്നെ. സോ ഞങ്ങൾ ഒരു ഇത് വാങ്ങി. ഇത് നമ്മുടെ ടൊമാറ്റോ റൈസും ചിക്കനുമാണ്. ഈ ഗ്രേവിയും കൊള്ളാം, അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നു. സോ വി ബോട്ട് വൺ. 1.7. What is this name? കൊണ്ടാട്ടി ഫുഡിന്റെ പേരൊക്കെ ചോദിച്ച് പഠിക്കുകയാണ്. പഠിച്ച സോ ആ പുള്ളിക്കാരി പറഞ്ഞ അയംപക്ക എന്ന് പറയുമ്പോൾ ഇതാണ് ഐറ്റം. ഓക്കെ, ഇത് ഫുൾ അയംപക്കയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് ആണോ ബെസ്റ്റ് ആണോ എന്താണ് നമുക്ക് ചൂസ് ചെയ്യും. സോ പുള്ളിക്കാരിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു, നമുക്ക് ആ ടേസ്റ്റ് പിടിക്കണമെന്നില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഒരു ചെറിയ സാധനം നമുക്ക് ട്രൈ ചെയ്യാം. ചിക്കൻ സ്കിന്ന് മാത്രം. ഇത് സ്കിന്നാ വേണ്ട, നീ ഇന്നൊരു പീസാണെന്ന് പറഞ്ഞ. ഇതെടുത്തോ. No, 1, 2. Yeah. അല്ലടേ 4. അങ്ങനെ ഞങ്ങൾ വാക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ട് വന്നേ. അവിടെ നിന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഒരു സൈഡ് ഉണ്ട്, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു. ഇപ്പോഴത്തെ ടൈമിലൊക്കെ ആൾക്കാർ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ ഒരു കംഫർട്ടബിൾ തോന്നിയില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഞങ്ങൾക്ക് ഒരുവിധം പരിചയമുള്ള കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല. ഇതെന്തായിരുന്നത്? ഓംലെറ്റ്. ഒരു വലിയ ഓംലെറ്റ്. അത് കണ്ടിട്ട് ഓംലെറ്റ് ആണെന്നേ മനസ്സിലായില്ല. ഓംലെറ്റ്
ഇത് ചിക്കൻ വിത്ത് ടൊമാറ്റോ റൈസ്. ഇത് ഇത് നമ്മളുടെ അയ്യമ്പക്കയാ. അയ്യമ്പക്ക അങ്ങനത്തെ എന്തോ ഒരു സാധനം. ഓക്കെ, സ്വീറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഓക്കെ. സ്വീറ്റ് ഇവിടെ അധികം സ്വീറ്റ് ഫ്ലേവർ ആണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാത്തിനും മധുരമുണ്ട്. ഇവിടെ എല്ലാവരും ഭയങ്കര സ്പൈസി തിങ്സ് കഴിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഇതിന്റെ ഒരു ഗ്രേവിക്കാണെങ്കിലും അവരൊരു ടൊമാറ്റോന്റെ പോലത്തെ ഒരു സാധനം, ഒരു ഗ്രേവി ഉണ്ട്, അതും ഒരു സ്വീറ്റ് ഫീൽ ആണ്. അതെ, അപ്പൊ ടോട്ടൽ ഒരു സ്വീറ്റ് ഫീൽ ആണ്. കൊള്ളാം. സോ ഫൈനലി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇന്ന് ഞങ്ങളൊരു ഐലൻഡിലൊക്കെ പോവാണ്. അത് കഴിഞ്ഞിട്ടും കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. സോ എന്തൊക്കെയാണ് ചെയ്യണത്, എവിടേക്കാണ് പോകണതെന്ന് നമ്മൾ പോകെ കാണിക്കുന്നതായിരിക്കും. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. താങ്ക് യു. അങ്ങനെ ഞങ്ങൾ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ഷിപ്പ് കയറാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ എല്ലാവരും നീന്തൽ സെറ്റപ്പിലും വെള്ളത്തിലിറങ്ങുന്ന സെറ്റപ്പിലും വന്നപ്പോൾ നമ്മൾ മാത്രമാണ് ടിപ്പ് ടോപ്പ് ആയിട്ട് ഡ്രസ്സിങ്ങിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സെറ്റപ്പിൽ ഇറങ്ങി, ബാക്കി എല്ലാവരും നീന്താനുള്ള സെറ്റപ്പിൽ ഇറങ്ങി. ഞങ്ങളിതാ പോവാണ്. എന്തായാലും ബാക്കി അവിടെ ചെന്ന് കാണാം. ഇവിടെ ഇറങ്ങുമ്പോൾ ഭയങ്കര സ്ലിപ്പറി ആയതുകൊണ്ട് മെല്ലെ മെല്ലെ സ്ലോ മോഷനിൽ ഇറങ്ങി വരുന്നുണ്ട്. Yes, success. Okay. Guys, we are so much overpacked. Wrong dress code, everything. മറ്റേ ഫ്യൂണറിൽ പാർട്ടി ഡ്രസ് ഇട്ടിട്ട് വന്ന ആൾക്കാരുണ്ടാവില്ല, അതേപോലെ ഉണ്ട്. എവിടെയെങ്കിലും ചെറുതായിട്ട് പോകുന്ന ആൾക്കാർ ഹീറോയിന് ഓവറായിട്ട് പാക്ക് ചെയ്ത് പോകണം. അതേ അവസ്ഥ. പാൽനിലാവിലും ഒരു നൊമ്പരം. Sometimes like all you want to do is run.
ഉച്ചയ്ക്കൊന്നും വരാതിരിക്കാം. That's crazy. It's getting hard to talk to you, and I'm the only one who speaks. It's all the things you never show. There are the things I want to know. Secrets start in your heart. സോ ഗൈസ് ഞങ്ങൾ എന്താണ് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സാണ് ഇതൊക്കെ. ഷൂ ഒക്കെ കവർ ചെയ്യണം. നോർമൽ ഷൂ നോട്ട് അലൗഡ്. താഴോട്ട് നോക്കൂ, കൈവിട്, നടുക്കോട്ട് വാ. പ്ലീസ് ഡോണ്ട് ഡു എനിത്തിങ്. ഓ ഗോഡ്, അവന് കൈ ഫുൾ തണുത്തിട്ടുണ്ട്. വിട് വിട്, അവിടെ വിട്. സി ഐ എം ഹോൾഡിങ് യു, നോ കം, ലീവ് യുവർ ഹാൻഡ്, നോട്ട് മൈൻ. അത് വിട്. ഇവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ഇനി വായോ. ഈ മുത്തശ്ശിമാര് നടക്കുമല്ലോ, ഒരറ്റത്ത് ഇപ്പുറത്തറ്റത്ത് പിടിച്ച് നടക്കണേ. അവിടുന്ന് ഇവിടെ വരെ എത്തിയതേ ഉള്ളൂ, പിടിച്ച് പിടിച്ച് പിടിച്ച്. ഒരു ചുറ്റ് ഫുള്ള് എടുക്കാറുണ്ട്. കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കാൻ നടക്കുന്ന പോലെ പഠിപ്പിച്ച് ഇവിടെ വരെ എത്തിച്ച്. ഐ എം ഗോയിങ്, ബൈ ബൈ, കം ഹിയർ. ഗൈസ് ഞങ്ങളെ പോലെ തന്നെ ഇതാ പേടിച്ചൊക്കെയുണ്ട്. How was it? Say cheese. Cheese! Welcome to Langkawi. He is the only one who's scared, but he has got a company. Okay. Yes, sir, sir. ഗൈസ് നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു ബ്രിഡ്ജ് ഉണ്ട്, വലിയൊരു ബ്രിഡ്ജ് ഉണ്ടോ? ഈ ബ്രിഡ്ജ് കയറാൻ പോവാണ് നമ്മൾ. സോ ഗൈസ് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബ്രിഡ്ജ് കയറണമെങ്കിൽ 2 വഴിയുണ്ട്. ഒന്ന് എത്ര സ്റ്റെപ്പ്? 324 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കയറാം, അതിൽ കയറാം. അതല്ലെങ്കിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യണം. അതല്ലെങ്കിൽ ഒരു ഗ്ലൈഡർ ഉണ്ട്, അതിൽ കയറി അത് ഓട്ടോമാറ്റിക് നമ്മൾ എസ്കലേറ്റർ പോലെ അത് കൊണ്ടുപോയിക്കോളും. ഞങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കാൻ സന്നദ്ധരായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഗ്ലൈഡർ എടുത്ത് നടന്ന് നടന്ന് കാല് വരികയാണ്. നേരത്തെ ഒരു നടപ്പ് അവിടെ നടന്നു, അവിടെ കുറേ നടന്നിട്ട് നല്ല കാല് വേനിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഗ്ലൈഡർ എടുത്ത് അതിനെല്ലാത്തിനും ഇത് വേണം കേട്ടോ. ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് പോലെ. സോ ഞങ്ങൾ ആ ഗ്ലൈഡർ ഇറങ്ങാൻ പോവാണ്. ഇതാണ് സീ ദ വ്യൂ. ഫുൾ ടാൻ അടിച്ച് പണ്ടാറടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കറുത്തുണ്ടായി. സോ ഗൈസ് ഇതാണ് ഗ്ലൈഡർ. അതിലൂടെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടർല ട്രിപ്പ്, വണ്ടർല റൈഡ് പോലെയുണ്ട്. ഗ്ലാസ് ബ്രിഡ്ജ് നടന്നോടെ എൻ്റെ പാച്ചൊക്കെ കംപ്ലീറ്റ്ലി ഓഫായി. ഇവിടെ പോകണം, അവിടെ പോകണം, വീട്ടിൽ പോവാ. Okay, so we are going. So guys, ഇതാണ് ലോങ്സ്റ്റ് ബ്രിഡ്ജ്. കണ്ടില്ലേ? ഇവിടം മുതൽ അങ്ങ് അവിടം വരെ എത്തണം. അങ്ങനെ ഞങ്ങൾ ആ ബ്രിഡ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ വിചാരിച്ചു ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. I don't trust you, bro. എന്താ പറയാ, ഹൈറ്റ് പേടില്ല. എന്താ പറയാ, അക്രോഫോബിയ. എനിക്കറിയില്ല. അതുള്ളവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പരിപാടീസ് ആട്ടോ. അതല്ലാത്ത ആൾക്കാർ, അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരെ കണ്ട് ചിരിക്കാനുള്ള ഒരു അവസരമാണ്. സീരിയസ്ലി
എനിക്ക് അഡ്വഞ്ചറസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ബങ്കി ജമ്പ്, ഡൈവ്, സ്കൈ ഡൈവ്, അതൊക്കെ ചെയ്യണം. അതിൽ ബങ്കി ജമ്പ് ഞാൻ ചെയ്തു. പക്ഷെ അന്ന് ഇതേപോലെ നമ്മുടെ വയനാടല്ല സോറി ഗോവ. വാഗമൺ ഗ്ലാസ് ബ്രിഡ്ജ് കയറുന്ന സമയത്താണ് ഫസ്റ്റ് ഞാൻ എൻ്റെ ഹൈറ്റ് പേടി തിരിച്ചറിഞ്ഞത്. പക്ഷെ അതിനുശേഷമാണ് ഞാൻ മറ്റേ ബങ്കി ജമ്പ് ചെയ്തത്. ഓവർകം ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചു. അല്ല, ബഞ്ചി ജമ്പിങ് ചെയ്തതിന് ശേഷമാണ്. ഓ, അതിന് മുന്നേ പോയിരുന്നില്ലേ? സോ അങ്ങനെ ഓവർകം ചെയ്യണമെന്ന് വാശി പിടിച്ചിട്ട് തന്നെ ചെയ്തതാണത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ സ്റ്റാർട്ടിങ്ങിലേക്ക് എനിക്ക് പറ്റുന്നില്ല. എനിക്ക് പിന്നെ കാലിങ്ങനെ ഇറക്കും. പക്ഷെ കുറച്ച് വാക്ക് ചെയ്ത് തന്നപ്പം അടുത്ത ക്ലാസ് അതേ പിന്നെയും കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ. എന്തിനാണ് ഈ പോകുന്ന വഴി ഈ ഒരു കൊലത്തെ. എന്താ വേണ്ടേ? ഒരു പൂ, മലേഷ്യൻ പൂ. ഒരു പൂ മാത്രം ചോദിച്ചു, ഒരു പൂക്കാലം തന്നു. ഇപ്പൊ നോക്കി പോലീസ് പിടിക്കണ. നല്ല പൂത്താ പൂക്കി. ഗൈസ്, ഒരു വാടി പൂ എനിക്ക് പറിച്ചു തന്നിട്ടുണ്ട്. വാടിയതാണേലും പൂവല്ലേ മേഘേ. ഓൾസോ സീ ഗൈസ്, ടൈം കണ്ടോ? 6 മണിയായി. 6 മണി നേരത്തെ ലൈറ്റാണ്. ഇന്നലെ 7 മണിയായപ്പോഴേക്കും ഇങ്ങനെ തന്നെ ഒക്കെ ഉണ്ടായിരുന്നു ഹോട്ടലിലെ പുറത്ത്. ഇപ്പൊ പകല് കൂടുതലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങളിതാ താഴെ എത്തിയിട്ട് ഭയങ്കര വിശപ്പാണ്. സോ ഞങ്ങളൊരു ഫ്രൈഡ് റൈസ് ഇവിടെ ഓർഡർ ചെയ്ത്. ഇവിടെ ഇന്ത്യൻ ഹോട്ടലുണ്ട്, അത് പ്രതീക്ഷിച്ച് വന്നു. പക്ഷേ സമയം 7 മണിയായി. അവിടെ ഒരു ബോർഡ് കണ്ട പച്ച കളറിൽ, അത് നോർത്ത് ഇന്ത്യൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ആ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പം പോകുമ്പോഴേ നോക്കി വെച്ചതാണ്. പോകുമ്പോൾ അത്ര വലിയ വിശപ്പുണ്ടായിരുന്നില്ല. തിരിച്ച് ഓടി വന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ക്ലോസ്ഡ്. ഇവിടെ 6 മണി വരെയാണ് സമയം. സോ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് ഇവിടെ ഒന്ന് മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് സിന്ദാബാദ് എന്ന് പറഞ്ഞിട്ടത് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള വിശേഷങ്ങൾ. സോ ഗൈസ്, ടെക്നിക്കലി സ്പീക്കിംഗ് ഞങ്ങൾ എവിടം വരെ പോയിട്ട് വന്നെന്ന് വെച്ചാൽ അവിടെ ഒരു മല ഉണ്ടോ, അതിൻ്റെ മണ്ടൊക്കെ പോയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതേ ഇവിടം വരെ പോയിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു, ടൈം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഉണ്ട് 7:15, എന്നാലും സ്റ്റിൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. ഓക്കെ, ഇവിടെ കുറേ ബേബീസ് ഉണ്ട്. ബേബീസ്, യെസ്, എൻ്റെ ബേബീസ്, ദാറ്റ്സ് യു. സോ ഗൈസ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ, ഡ്രീം ഫോറസ്റ്റ്. ഓക്കെ, So one photo here for my company. you want one photo? I want your one photo. No problem, sir. Sejaga adab dan kelakuan sepanjang berada dalam kawasan hutan. Which one is me? Untuk keselamatan anda, silakan berjalan di atas First laluan one. yang disediakan dan mohon Okay, jangan kita ada. sentuh mana-mana lampu, okey? ഗൈസ്, ഞങ്ങൾ എൻ്റർ ചെയ്യാണ് ഉള്ളിൽ. ദിസ് ഇസ് ഡ്രീം ഫോറസ്റ്റ് ലങ്കാവി. ഇതാണ് ഡ്രീം ഫോറസ്റ്റിൻ്റെ മെയിൻ എൻട്രൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വന്ന് ഇതാണ് നെക്സ്റ്റ് ഒരു സ്റ്റോറി എൻട്രൻസ്. ഒരു കഥ അല്ലേ, ഒരു ഫെയറി ടെയിൽ അത് സെറ്റ് ചെയ്തെടുക്കണം. ഇവിടുത്തെ ഒരു ഫെയറി ടെയിൽ, ഇവിടുത്തെ കഥയോ? ഓക്കെ, ഇവിടുത്തെ കഥ, ഐതിഹ്യം. ഓക്കെ,
സെറ്റപ്പ് ചെയ്തതിനുള്ളിലൂടെ നമ്മളിങ്ങനെ അകത്ത് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ അടുത്ത വേൾഡിലേക്ക് പോവാണ്. സി പ്ലാൻസ് ഒക്കെ ചെയ്തിരിക്കുന്നുണ്ടോ, ഫുള്ള് ലൈറ്റ്നിങ് പരിപാടീസാണ്. ബട്ട് യാ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്. ഒരു അവതാർ ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ ഗൈസ്, ഇതെന്തോ പറന്ന് നടക്കുന്നുണ്ട്. റൂട്ടൊക്കെ കണ്ടോ ട്രെയിനിൻ്റെ. ഈ സാധനമാണ് ഇവിടെ പറന്ന് നടക്കുന്നത്. So now you are in an avatar world. ഒന്ന് വഴിയിലൊക്കെ ഇങ്ങനെ സ്ക്രീൻ വെച്ചിട്ട് ആ സ്റ്റോറിയുടെ ബാക്കി ഇങ്ങനെ കാണിച്ചുകൊണ്ടുണ്ടാവും. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവരുടെ വേൾഡ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. ഡു നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സിന് പകരം ഡു നോട്ട് ടച്ച് ദ ലൈറ്റ്സ്. Okay, you show that? Okay, so you cook it and you burn it and then you flip it with the biscuit. Okay, Okay, do it. thank you. You're welcome. Enjoy. ഇങ്ങനെ പൊണ്ടാട്ടി ഇതാ ആ തീയിലിട്ട് ചുട്ടെടുക്കാൻ പോയിട്ടുണ്ട് ഗൈസ്. കഴിഞ്ഞോ? അവിടെ ഓർക്ക് കഴിക്കില്ലേ? അത് ഫുള്ള് എടുക്കടാ. സാധാരണ കഴിച്ചാലും ഇത് ടേസ്റ്റ് അല്ലേ വരോ? അത് ഇത്രയും ജ്യൂസ് ആയിട്ട് വരൂലല്ലോ. ആ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. അതെ പറഞ്ഞേ. ഓക്കെ, സോ ഗൈസ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫുഡും ഭയങ്കര സ്വീറ്റാണ്, സ്വീറ്റ് മിക്സ്ഡ് ആണ്. നിങ്ങൾ കറി വാങ്ങിയാലും ഇപ്പോൾ നമ്മൾ ഈ മറ്റേ എന്തായാലും പറയല് മാഷ് മെല്ലോ വാങ്ങിയിട്ട്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുമ്പ് പറഞ്ഞ മാതിരി തന്നെ എല്ലാം ഒരു സ്വീറ്റ് മിക്സ്ഡ് ആണ്. അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുന്ന് മാഷ് മെല്ലോ വാങ്ങി അത് മറ്റേ എന്തിൻ്റെ കൂടെ ഡയറി മിൽക്കിനെ കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് അങ്ങനെ മൊത്തത്തിൽ സ്വീറ്റ് പരിപാടിയാണ്. സോ നമ്മുടെ നാട്ടിൽ ഈ മിൽമാൻ്റെയും മറ്റേ ഇതിൻ്റെയൊക്കെ സ്ട്രോബെറി ഷേക്കും സാധനങ്ങളൊക്കെ ഭയങ്കര സ്വീറ്റ് ആയിരിക്കുമല്ലോ. സോ ആ സ്വീറ്റ് വിചാരിച്ചിട്ട് ഇവിടുന്ന് ഈ സ്വീറ്റിൻ്റെ ജ്യൂസ് വാങ്ങി നോക്കുമ്പോൾ ഇത് മാത്രം ഇവിടെ സ്വീറ്റ് അല്ല, ഇത് സ്വീറ്റാണ് വിത്ത് ഇച്ചിരി പുളി പോലത്തെ പുളിയോ വെള്ളമോ എന്തൊക്കെയോ എന്തോ ഒരു സാധനം മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾ മലേഷ്യയിലൊക്കെ വന്ന് കഴിക്കുമ്പോൾ നോക്കി കണ്ട് കഴിക്കുക. നിങ്ങൾ വിചാരിക്കാത്തത് സ്വീറ്റ് ആയിരിക്കും, നിങ്ങൾ വിചാരിക്കുന്നത് സ്വീറ്റ് അല്ല, പിന്നെ ഇവിടെ തീരെ സ്വീറ്റ് അല്ല. ഓക്കെ ബൈ. Can I make the song? Yeah, you can try. ഞാനാണ് ഇപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാൻ പോണേ. ഞാൻ One second. ഏതാ ചായ കുടിക്കാത്ത ഒരാൾ വന്നു വിചാരിക്കണ്ടാവും. നാഞ്ഞു പിടി. ഗൈസ് ഇവിടെ എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്, എന്താ നോക്കട്ടെ. ഫോണില്ലേ പ്രസ് ചെയ്ത്
ഇത് പ്രസ് ചെയ്ത് അമ്പ് പോകുന്നാണ് വിചാരിച്ചത്. ആ പോകുന്നുണ്ടടി കണ്ടോ. ആ നമ്മളിവിടെ ഇവിടെ പ്രസ് ചെയ്താൽ ഇവിടെ നിന്ന് അമ്പ് പോയിട്ട് കേട്ടോ ആരോ ഇത് ആ സ്ക്രീനിൽ പറക്കുന്ന പക്ഷീനെ കൊല്ലാനുള്ളതാണ്. ഗൈസ് എൻ്റെ കെട്ടിയോളൊരു മൃഗസ്നേഹി ആയതുകൊണ്ട് ഒരമ്പ് പോലും പക്ഷിക്ക് കൊണ്ടില്ല, അല്ലാണ്ട് ഉന്നമില്ലാഞ്ഞിട്ടല്ല അല്ലേ അടി. സാറ് പിന്നെ എല്ലാം അടിച്ചോണ്ട് കുഴപ്പമില്ല. The views are good. Okay. Oh, that was so good. അങ്ങനെ നൈറ്റ് ബോറടിച്ചപ്പോൾ ഞങ്ങൾ നേരെ എന്ത് ബീച്ചാടി, ഷനങ്കൻ ബീച്ച് അങ്ങനത്തെ ഒരു ബീച്ചിലേക്ക് വന്ന്. ഷനൻ ബീച്ച് ഭയങ്കര നൈസ് വൈബാട്ടോ. അവിടെ കണ്ടോ കുറെ ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. നൈസ് പരിപാടീസാണ്. പിന്നെ കുറേ ഫാമിലി ഇവിടെ ഉണ്ട്, ചില്ലടിക്കുന്നുണ്ട്. സാൻഡ് അല്ലേ ഇവിടെ. മറ്റേ സാൻഡൊക്കെ ഒരു വൈറ്റ് കളറിലാണ്, നമ്മളെ സിമെന്റിന്റെ ഒരു പൊടി പോലെ ഉണ്ടല്ലേ, നമ്മളെ നോർമൽ സാൻഡ് പോലെ അല്ല. അങ്ങനെ ഇതാണ് ലങ്കാവി ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ അറിയില്ല എയർപോർട്ട്. ദിസ് ഇസ് ലങ്കാവി എയർപോർട്ട്. ഞങ്ങൾ രാവിലെ അലാറം വെച്ചിട്ട് എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സായി. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് അടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. ബർഗർ കിങ്ങിൽ കയറിയിട്ടൊരു ബർഗർ നൂഡിൽസ് ഒന്നും വേണ്ട മോനെ, എനിക്ക് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും മതി. അങ്ങനെ നമ്മൾ എയർ ഏഷ്യ എന്ന് പറഞ്ഞ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അയ്യോ നല്ല വെയിൽ, കരിഞ്ഞു പോവും. തിരിച്ച് നാട്ടിലെത്തുമ്പോഴത്തേക്ക് കരിഞ്ഞ് ഒരുമാതിരി ആവും തോന്നുന്നു.